നിലമ്പൂരിൽ പോര് കനക്കുകയാണ്. പതിവിലും വിപരീതമായി കളം നിറഞ്ഞു നിൽക്കുന്നത് 4 സ്ഥാനാർത്ഥികൾ. ഇഞ്ചോടിഞ്ച് പോരാടുമ്പോൾ കോൺഗ്രസിന്റെ മടിക്കുത്തിൽ കനം കൂടും. കാരണം വലിയൊരു രാഷ്ട്രീയ കൊടുങ്കാറ്റ് തന്നെയാണ് ഈ നിലമ്പൂർ തിരഞ്ഞെടുപ്പ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കവേ വരുന്ന തിരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെ പിണറായി സത്തെ ജനങ്ങൾ തൂത്തെറിയുമോ ഇല്ലയോ എന്ന പരീക്ഷണം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു കടമ്പയാണ്. കാരണം ഇതുവരെയുള്ള ഉപതെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് വിജയിച്ചു എന്നതിലുപരി അൻവറുമായുള്ള വാൾപ്പയറ്റിൽ ജനങ്ങൾക്ക് അവരിലെ വിശ്വാസം നഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന പരീക്ഷണം കൂടിയാണ്. അതുമാത്രവുമല്ല, പുതിയ അധ്യക്ഷനായ സണ്ണി ജോസഫിനെ സംബന്ധിച്ച് ഈ തിരഞ്ഞെടുപ്പ് മത്സരിച്ച് വിജയിക്കുക എന്നത് അഭിമാന പ്രശ്നമായും മാറിയിരിക്കുകയാണ്. തന്റെ കഴിവ് തെളിയിക്കാനുള്ള ഒരവസരമായാണ് ഈ തെരഞ്ഞെടുപ്പിനെ അദ്ദേഹം കാണുന്നത്. അൻവറിനെ സംബന്ധിച്ചാണെങ്കിൽ രാജിവെച്ചിറങ്ങിയ LDF-ന് മുന്നിലും അടുപ്പിക്കാതെ മാറ്റി നിർത്തിയ UDF-ന് മുന്നിലും ഒറ്റയ്ക്ക് നിന്ന് വിജയിച്ച് കാണിക്കണം എന്നതാണ് ദൗത്യം. പക്ഷേ എന്ത് വില കൊടുത്തും അൻവറിനും പിണറായിക്കും മുന്നിൽ മുട്ടുമടക്കില്ല എന്ന ബോധ്യത്തിലാണ് കോൺഗ്രസ് ഉള്ളത്. അതിനായിട്ട് കേന്ദ്രത്തിൽ നിന്ന് തന്നെ കൊലകൊമ്പന്മാരെ ഇറക്കി കളിച്ചാലും തെറ്റില്ല. അതിനായി പ്രിയങ്കയെ കളത്തിലേക്ക് ഇറക്കുവാനാണ് കോൺഗ്രസ് പ്ലാൻ. നിലവിൽ വയനാട് MP ആയ പ്രിയങ്ക കൂടി പ്രചാരണത്തിലേക്ക് എത്തുന്നതോടെ മത്സരം കൊഴുക്കും. UDF കൺവെൻഷന് ശേഷം പ്രിയങ്കയെ എത്തിക്കാനുള്ള നീക്കങ്ങൾ സജീവമാക്കും. തൃണമൂലിന് വേണ്ടി അൻവർ ഇറങ്ങുമ്പോൾ ദേശീയ തലത്തിൽ നിന്നും മമതയോ മഹുവ മൊയ്ത്ര ഉൾപ്പെടെയുള്ള ഉന്നത നേതാക്കന്മാരെയും നമുക്ക് പ്രതീക്ഷിക്കാം. രാഹുൽ ഗാന്ധി വയനാട് ലോക്സഭാ മണ്ഡലം ഒഴിഞ്ഞ സാഹചര്യത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ പ്രിയങ്കയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയ മമത ഇന്ന് നേർക്കുനേരെ നീങ്ങുകയാണ്. യഥാർത്ഥത്തിൽ ദേശീയ തലത്തിൽ ഒന്നിച്ചു നിൽക്കുന്ന പ്രിയങ്കയും മമതയും തമ്മിൽ തന്നെയാണ് ഇപ്പോൾ മത്സരമുള്ളത്. അതേസമയം UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് നാമനിർദ്ദേശക പത്രിക സമർപ്പിച്ച പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ഇതിനകം തന്നെ തുടക്കം കുറിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ഇടതുമുന്നണി സ്ഥാനാർത്ഥി M സ്വരാജും NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജും തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി PV അൻവറും ഇന്നാണ് നാമനിർദ്ദേശക പത്രിക സമർപ്പിച്ചത്. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇന്നും തുടക്കമാകും. ഇന്ന് വൈകിട്ട് AICC സംഘാടന കാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. LDF സ്ഥാനാർത്ഥി M സ്വരാജ് നാമനിർദ്ദേശക പത്രിക പ്രകടനത്തോടെത്തിയാണ് സമർപ്പിച്ചത്. സ്ഥാനാർത്ഥിയുടെ വാഹന പര്യടനം തുടരുകയാണ്. വാഹന പര്യടനം രാവിലെ 8 മുതൽ കോവിലകത്ത് മുറിയിൽ നിന്നുമാണ് തുടങ്ങിയത്. ഉച്ചയ്ക്ക് 3-ന് തോണിപ്പായയിൽ നിന്നും പുനരാരംഭിക്കുന്ന പര്യടനം രാത്രി 8-ന് നെടുമണ്ടക്കുന്നിൽ അവസാനിക്കും. വരും ദിവസങ്ങളിൽ ഓരോ പഞ്ചായത്തിലും നഗരസഭയിലും മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പ്രത്യേക കൺവെൻഷനുകളും LDF സംഘടിപ്പിക്കുന്നുണ്ട്.